പലരും ചോദിക്കുന്നില്ല, എന്തിനാണ് ഈ സഹനം? മനുഷ്യനെ വലയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, എന്തിനാണ് ഈ സഹനം? എന്തിനാണ് ഞാൻ ഈ സഹിക്കുന്നത്? എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ മുറിവുകൾ? ഏറ്റവും ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ പ്രിയമുള്ളവരെ. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫ് ജീവിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ, കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, കുട്ടികൾക്ക് പഠനത്തിലെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹനം, കുടുംബജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കം, രോഗദുരിതങ്ങൾ, ഒരു സഹനം, ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവജനമേ, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യണമെന്നറിയാമോ? ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ സഹനം പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തണം. ഈ സഹനം പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തണം. എന്താ അത്? അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം. ഒരു നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ സങ്കടം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ആ സങ്കടം മാറിയില്ലെങ്കിൽ, ആ സഹനം മാറിപ്പോകുന്നില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി എന്റെ കർത്താവ് തന്നിരിക്കുന്ന പാനപാത്രമാണ്. ഈ പാനപാത്രം തട്ടിത്തെറിപ്പിച്ച് കളയാനുള്ളതല്ല. ഈ സഹനത്തിനൊരു അർത്ഥമുണ്ട്. എല്ലാ സഹനവും ഒഴിവാക്കി കളയേണ്ടതല്ല. എല്ലാ സഹനവും ഒഴിവാക്കി കളയേണ്ടതായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റുപറയുന്ന സെബസ്ത്യാനോസിന് മുറിവുകൾ ഉണ്ടാകുമായിരുന്നില്ല, പരിശുദ്ധി അമ്മയുടെ ഹൃദയം പിളറുമായിരുന്നില്ല, ഈശോ കുരിശിൽ മരിക്കുമായിരുന്നില്ല. സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. ദൈവതിരഹിതമായി ഉപരി നന്മകൾക്കായി നൽകപ്പെടുന്ന ചില സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളുടെ അർത്ഥം അറിയുകയും മുറിവേൽപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുറിവുകളിൽ നിന്ന് രക്തമല്ല, പ്രകാശമൊഴുകും. ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇനിയും അനേകർ നടക്കും. സെബസ്ത്യാനോസിന് ആ മുറിവ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ സെബസ്ത്യാനോസ് ആ മുറിവ് ഏറ്റെടുത്തത് കൊണ്ട് ഇന്നും ഒരുപാട് പേർക്ക് സെബസ്ത്യാനോസ് അഭയമാകുന്നു, അത്താണിയാകുന്നു. സെബസ്ത്യാനോസ് ആ മുറിവ് ഒഴിവാക്കിയിരുന്നെങ്കിലോ ഇന്ന് നമ്മൾ സെബസ്ത്യാനോസിനെ വണങ്ങുമായിരുന്നില്ല. മുറിവുകൾക്ക് അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. എല്ലാ സഹനവും ഒഴിവാക്കപ്പെടേണ്ടതല്ല. സഹനത്തെ എടുത്തു മാറ്റിത്തരാമെന്ന പരസ്യവാചകത്തോടെ പ്രാർത്ഥനാ കൂടാരങ്ങളുടെ എണ്ണമേറുകയും ജനത്തിന്റെ പ്രാർത്ഥന മുഴുവൻ സഹനം എടുത്തു മാറ്റണമേ എന്ന് മാത്രമായി തീരുകയും ചെയ്യുന്ന ഒരു ആത്മീയ ശൈലിയുടെ കാലഘട്ടത്തിൽ ഈ തിരുനാള് പഠിപ്പിക്കുന്ന പാഠം, സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. പാപഫലമല്ലാതെ നീ അനുഭവിക്കുന്ന സഹനങ്ങൾക്ക്, നീതിമാന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. ആ സഹനത്തിലൂടെ ഒരു നന്മ ഇതൾ വിരിയുമെന്ന് വിശ്വസിക്കണം. ഒന്നാമത്തെ ചിന്ത ഇതായിരുന്നു, മുറിവുകൾക്ക് അർത്ഥമുണ്ട്. മുറിവിൽ നിന്ന് രക്തമല്ല ഇനി ഒഴുകേണ്ടത്. എന്തൊഴുകണം? നമ്മുടെ മുറിവിൽ നിന്ന് എന്തൊഴുകണം? പ്രകാശം ഒഴുകണം. നമ്മുടെ മുറിവ് മറ്റൊരാൾക്ക് പ്രകാശമായി മാറണം.